ഭീകരാക്രമണം നടന്നിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അക്രമം നടത്തിയ ഭീകരരെ പിടിക്കാൻ കഴിയാത്ത കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാവുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ വിമർശനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാഹുലിൻ്റെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ അമിത്ഷാക്കോ രാജ്നാഥ് സിംഗിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ സാധിക്കുന്നില്ല. 300-400 കിലോമീറ്റർ താണ്ടി ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടും എന്തുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനത്തിന് അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള രാഹുലിൻ്റെ ചോദ്യം വളരെ മൂർച്ചയുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള മറ്റു നേതാക്കളും കടുത്ത വിമർശനങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ 6 ഭീകരരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിൽ കടുത്ത ഭാഷയിലാണ് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവായ സഞ്ജയ് റാവത്ത് പ്രതികരിച്ചത്. ഭീകരർ BJPയിൽ ചേർന്നിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് അവരെ ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തത്. ഒരുപക്ഷെ ഒരു ദിവസം ആ 6 പേർ പാർട്ടിയിൽ ചേർന്നതായി BJP ഓഫീസിൽ നിന്നും ഒരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ എല്ലാം മറക്കുക എന്നതാണ് സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏപ്രിൽ 22-നാണ് പഹൽഗാമിൽ ഭീകരർ 26 സാധാരണക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 40 ദിവസം പിന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാനായിട്ടില്ല. ഈ കാലതാമസം ചോദ്യം ചെയ്ത് മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു സഞ്ജയ് റാവത്ത് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ സഞ്ജയ് റാവത്തിന് മറുപടിയുമായി BJPയും ഉടൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സഞ്ജയ് റാവത്തിൻ്റെ തികച്ചും പരിഹാസ്യമായ പ്രസ്താവനയാണെന്നും നമ്മുടെ സായുധ സേനയെ അപമാനിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് BJP ഈ വിഷയത്തെ നേരിടുന്നത്. പക്ഷേ അപ്പോഴും ആ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഭീകരർക്ക് എന്തു സംഭവിച്ചു? ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കേന്ദ്രത്തിന് ഇതുവരെയായി സാധിച്ചിട്ടില്ല. ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കാണിക്കുവാനുള്ള നീക്കം BJPക്കുണ്ട്. അവിടെ BJPക്ക് ഉത്തരം മുട്ടുന്ന കാര്യം ഈ ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ആക്രമണം നടന്നയുടൻ മോദി ഓടിയെത്തിയത് കാശ്മീരിലേക്കല്ല, തെരഞ്ഞെടുപ്പ് നടക്കാനൊരുങ്ങുന്ന ബീഹാറിലേക്കാണ്. അവിടെ വെച്ചാണ് പാകിസ്ഥാൻ തിരിച്ചടി നൽകുന്ന കാര്യം മോദി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ വിഷയം BJP ഉയർത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ BJP നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത്.